ഹായ്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാറ്റക്കോളിൻ്റെ പ്രിപ്പറേഷൻ വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഇനി നമുക്ക് BHDയുടെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. BHD ഫുൾ ഫോം എന്താണ്? ബ്യൂട്ടിലേറ്റഡ് ഹൈഡ്രോക്സി ടോളുവിൻ. ഇതിൽ ടോളുവിൻ ഇസ് റിയാക്റ്റഡ് വിത്ത് ക്ലോറിൻ. ബെൻസീൻ റിങ്ങിൻ്റെ കൂടെ ഒരു CH3 ഗ്രൂപ്പ് വരുന്നതാണ് ടോളുവിൻ. അത് ക്ലോറിൻ്റെ കൂടെ റിയാക്ട് ചെയ്യുന്നു. ക്ലോറിൻ്റെ ഒപ്പം റിയാക്ട് ചെയ്ത ശേഷം ക്ലോറിൻ്റെ ഒപ്പം FeCl3 H2Cl3 അതിൻ്റെ S2Cl2ൻ്റെ പ്രസൻസിൽ ക്ലോറിൻ്റെ കൂടെ റിയാക്ട് ചെയ്ത ശേഷം നമുക്ക് പാരാക്ലോറോടോളുവിൻ കിട്ടുന്നു. പാരാക്ലോറോടോളുവിൻ വിച്ച് അണ്ടർ ബേസിക് കണ്ടീഷൻ ഈൽഡ്സ് പാരാക്രിസോൾ. ഓക്കെ, പിന്നെ പാരാക്ലോറോടോളുവിൽ നിന്നും ഇതുപോലെ Cl മാറിയിട്ട് OH വരുന്നതാണ് പാരാക്രിസോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ പാരാക്രിസോൾ കിട്ടുന്നു. ഇനി പാരാക്രിസോൾ ടോളുവിൽ നിന്നും വേറൊരു രീതിയിലും നമുക്ക് കിട്ടാം. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോളുവിൻ്റെ റിയാക്ഷൻ വിത്ത് പ്രൊപ്പിലിൻ. കണ്ടോ, ഇവിടെ നോക്കൂ, പ്രൊപ്പിലിൻ. ഓക്കെ, പ്രൊപ്പിലിൻ്റെ കൂടെ റിയാക്ട് ചെയ്തിട്ട് okay, paracrisol can also be obtained from toluene by its reaction with the propylene. Okay, propylenoid react ചെയ്ത് പാരാസൈമീൻ ഫോം ചെയ്യും. ഇതാണ് പാരാസൈമീൻ. വിച്ച് ആൻ ഓക്സിഡേഷൻ, ഇത് ഓക്സിഡൈസ് ആവുന്ന സമയത്ത് നമുക്ക് പാരാക്രിസോൾ കിട്ടും എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ രണ്ട് രീതിയിൽ പാരാക്രിസോൾ കിട്ടും ഫ്രം ടോളുവിൻ. ദ റിയാക്ഷൻ ഓഫ് പാരാക്രിസോൾ വിത്ത് ഐസോബ്യൂട്ടിലിൻ, ഇത് ഐസോബ്യൂട്ടിലിൻ ആണ്. ഐസോബ്യൂട്ടിലിൻ്റെ കൂടെ പാരാക്രിസോൾ റിയാക്ട് ചെയ്യും അണ്ടർ അസിഡിക് കണ്ടീഷനിൽ റിയാക്ട് ചെയ്ത ശേഷം BHT ഫോം ആവും. ഓക്കെ, ഇതാണ് BHTയുടെ ഫോർമുല. നോക്കണം, ബെൻസീൻ റിങ് പാരാക്രിസോളിൻ്റെ രീതിയിലുള്ള CH3OH ഓപ്പോസിറ്റ് തന്നിട്ടുണ്ട്. പിന്നെ ആ OHന് രണ്ട് സൈഡായിട്ട് നമുക്ക് അങ്ങനെ ഒരു സ്ട്രക്ചർ കൂടെ തന്നിട്ടുണ്ട്. ഓക്കെ, ഒരു ബോണ്ട് വരച്ചിട്ടുണ്ട്. ആ ബോണ്ടിൽ നിന്ന് മുകളിലും താഴെയും ബോണ്ട് വരുന്ന പോലെ. ഓക്കെ, അവിടെ CH3 ഗ്രൂപ്പ് ആയിരിക്കാം, CH2 അങ്ങനെ ആ ഒരു ഐസോബ്യൂട്ടിലിൻ്റെ പ്രസൻസിലാണല്ലോ നടന്നത്, അറിയാം. ആ ഒരു പാർട്ടും കൂടെ അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെയാണ് വരയ്ക്കേണ്ടത് BHTയുടെ. ഓക്കെ, അടുത്തത് സ്ട്രക്ചർ മനസ്സിലാക്കി വയ്ക്കുക. ഇനി although toluene used as starting material in the above reaction is toxic, but it is not carcinogenic as was the case with the benzene. ഇത് ടോക്സിക് ആണ്, എന്നാൽ ബെൻസീനെ പോലെ കാർസിനോജനിക് അല്ല. ദ റിപ്പീറ്റഡ് ഇൻഹലേഷൻ ഓഫ് ടോളുവിൻ കോസസ് ഡാമേജ് ടു ദ കിഡ്നി. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് ടോളുവിൻ നമ്മൾ ഇൻഹെയിൽ ചെയ്ത് കൊണ്ടേയിരിക്കുകയാണെങ്കിൽ അത് കിഡ്നിക്കും ലിവറിനും ബ്രെയിനും എല്ലാം ഡാമേജ് ഉണ്ടാക്കും. ദിസ് ക്യാൻ ഓൾസോ അഫക്റ്റ് വിഷൻ, കാഴ്ച അഫക്റ്റ് ചെയ്യും, മസിൽ കൺട്രോൾ ആൻഡ് ഹിയറിംഗ് ഇതെല്ലാം അഫക്റ്റ് ചെയ്യും. The use of toluene is not recommended because it is also obtained from the non-renewable resource, that is petroleum. Okay, the use of toluene is not recommended because it is also obtained from a non-renewable resource, petroleum. അത് ടോക്സിക് ആണ്. പോരാത്തതിന് അത് കിട്ടുന്നത് ഒരു non-renewable resource ആയ പെട്രോളിയത്തിൽ നിന്നാണ്. അതുകൊണ്ട് ഇത് നമ്മൾ യൂസ് ചെയ്യരുത് എന്നാണ് പറയുന്നത്. ദ ഗ്രീനർ വേ ഓഫ് പ്രൊഡ്യൂസിങ് അഡിപ്പിക് ആസിഡ്, കാറ്റക്കോൾ ആൻഡ് DHS ഫ്രം ഗ്ലൂക്കോസ് വാസ് ഗിവൺ ബൈ കാരൻ M. Dratz ഫ്രം മിച്ചിഗൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി. They used recombinant DNA technology. യൂസ് ചെയ്തിട്ടാണ് അഡിപ്പിക് ആസിഡ്, കാറ്റക്കോൾ, DHS പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദിസ് ടെക്നോളജി പ്രൊഡ്യൂസ് ജനറ്റിക്കലി എൻജിനീയർഡ് ബാക്ടീരിയ ഇൻ വിച്ച് ദ മെറ്റബോളിക് പാത്വേ ഓഫ് ഗ്ലൂക്കോസ് വാസ് ചേഞ്ച്ഡ്. ഓക്കെ, ദിസ് ടെക്നോളജി പ്രൊഡ്യൂസ്ഡ് ജനറ്റിക്കലി എൻജിനീയർഡ് ബാക്ടീരിയ ഇൻ വിച്ച് ദ മെറ്റബോളിക് പാത്വേ ഓഫ് ഗ്ലൂക്കോസ് വാസ് ചേഞ്ച്ഡ്. ഓക്കെ, ഈ ടെക്നോളജി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ജനറ്റിക്കലി എൻജിനീയർഡ് ബാക്ടീരിയ ഫോം ആവും, അതിൻ്റെ മെറ്റബോളിക് പാത്വേ ഓഫ് ഗ്ലൂക്കോസ് ചേഞ്ച് ആവും എന്നാണ് പറയുന്നത്. ഇനി അടുത്തത്, യൂസിങ് ദ മോഡിഫൈഡ് ഈക്കോളൈ ഗ്ലൂക്കോസ് ക്യാൻ ബി കൺവേർട്ടഡ് ടു സിസ് മ്യൂക്കോണിക് ആസിഡ് which can be hydrogenated to adipic acid as shown in the below in the figure. അത് നമുക്ക് നോക്കാം. അതായത്
മോഡിഫൈഡ് ഈക്കോളൈ ബാക്ടീരിയ, ജനറ്റിക്കലി എഞ്ചിനീയർഡ് ബാക്ടീരിയ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് ഗ്ലൂക്കോസിൻ്റെ മെറ്റബോളിക് പാത്വേയിൽ ചേഞ്ചസ് വരുത്തി നമുക്ക് ഉണ്ടാക്കാനൊക്കെ ഈ പറഞ്ഞ അഡിപ്പിക് ആസിഡും പിന്നെ കാറ്റക്കോളും DHS ഉണ്ടാക്കാം, ഫ്രം ഗ്ലൂക്കോസ് ഉണ്ടാക്കാം എന്നാണ് കെറാൻ എം ഡ്രാത്ത് കണ്ടുപിടിച്ചത്. കാരണം മറ്റേ ടൊളുവിൽ നിന്നും BHT ഉണ്ടാക്കുന്നതും ബെൻസിൽ നിന്ന് കാറ്റക്കോൾ ഉണ്ടാക്കുന്നതും പിന്നെ ബെൻസിൽ നിന്ന് അഡിപ്പിക് ആസിഡ് ഉണ്ടാക്കുന്നതൊക്കെ അവരുടെ ഇനീഷ്യലി ആ റിയാക്റ്റൻ്റ് ടോക്സിക് ആയതുകൊണ്ടും ചിലത് കാർസിനോജനിക് ആയതുകൊണ്ടും ഇതെല്ലാം പെട്രോളിയം പ്രോഡക്ട്സ് നിന്ന് വരുന്നത് കൊണ്ട് ഇത് ഗ്രീനർ മെത്തേഡ് അല്ല. അതുകൊണ്ടാണ് കെറാൻ എം ഡ്രാത്ത് ഗ്ലൂക്കോസിൻ്റെ ഒരു മെറ്റബോളിക് പാത്വേയിൽ ഒരു ചേഞ്ച് വരുത്തിയിട്ട് അതും ജനറ്റിക്കലി എഞ്ചിനീയർഡ് ബാക്ടീരിയ ഉപയോഗിച്ച് മാറ്റം വരുത്തി ഈ പറഞ്ഞ അഡിപ്പിക് ആസിഡും കാറ്റക്കോളും DHS ഉണ്ടാക്കാമെന്നാണ് പറയുന്നത്. ഓക്കെ, അതും നോക്കൂ. ഫസ്റ്റ് ഈക്കോളൈ ബാക്ടീരിയ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു സിസ്, അതായത് സിസ് മ്യൂക്കോണിക് ആസിഡ് ആവും. പിന്നീട് ആ സിസ് മ്യൂക്കോണിക് ആസിഡിനെ ഹൈഡ്രോജനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അഡിപ്പിക് ആസിഡായിട്ട് മാറും. അതാണ് ഫിഗറിൽ തന്നിരിക്കുന്നത്. ഓക്കെ, ഗ്ലൂക്കോസ് റിയാക്ഷനാണ്. റിയാക്ഷൻ ഒന്ന് നോക്കി വെക്കുക. ഓരോന്നിൻ്റെയും പേരെന്താന്നുള്ളത് നമുക്കിപ്പോൾ പറഞ്ഞു തരാനായിട്ട് എനിക്ക് അറിയുന്നില്ല. നമുക്ക് എന്താ നോക്കി വെക്കുക, പിക്ചർ എങ്ങനെയാണ് ഫിഗർ എങ്ങനെയാണ് വരച്ചിരിക്കണേന്നൊന്ന് നോക്കിയാൽ മതിയാകും. ഇതാണ് DHS, DHQ എന്ന പ്രോഡക്ട്സ് ഉണ്ടാവുന്നത്. ആ DHSൽ നിന്നും കാറ്റക്കോൾ ഉണ്ടാക്കുന്നതും പിന്നെ മ്യൂക്കോണിക് ആസിഡ് ഉപയോഗിച്ച് അഡിപ്പിക് ആസിഡ് ഉണ്ടാക്കുന്നതാണ് ഈ ഒരു പാത്വേയിൽ കാണിക്കുന്നത്. പിന്നെ ഇവിടെ എന്താ, സ്കിമ്മിക് ആസിഡ്, ഫീനൈൽ അലനൈൻ, ദെൻ ടൈറോസിൻ, ട്രിപ്റ്റോഫാൻ എന്ന് തന്നിട്ടുണ്ട്. ഇത് നോർമൽ പാത്വേ, അതിനെ മോഡിഫൈ ചെയ്തിട്ട് ഉള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഫിഗർ ഒന്ന് നോക്കി പോവുക. അതിൻ്റെ എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്, അത് നോക്കിയാൽ ഒരുവിധം മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ഞാനും പ്രസൻ്റ്ലി MSc കെമിസ്ട്രി ഇഗ്നോർ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെയും അറിവ് കുറച്ച് പരിമിതമായിരിക്കും. നമുക്ക് ഒരുമിച്ച് വായിക്കാമെന്ന രീതിയിലാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കാം. ഇൻ കോൺട്രാസ്റ്റ് ടു ദ എബോവ്, in unchanged E. coli, glucose is converted to L-phenylalanine, L-tyrosine and L-tryptophan. ഓക്കെ, അപ്പം ജനറ്റിക്കലി എഞ്ചിനീയർഡ് അല്ലാത്ത E. coli ബാക്ടീരിയയുടെ പ്രസൻസിലാണെങ്കിൽ അത് ഈ പറയുന്ന റിയാക്ഷൻ ഇതേപോലെ N-phenylalanine, L-tyrosine, L-tryptophan ആയിട്ടാണ് മാറുക. This conversion involves several intermediates such as E4P, DAHP, DHQ, 3-hydroshikimic acid. അതാണ് ഡീഹൈഡ്രോഷിക്കിമിക് ആസിഡ് ആണ് DHS കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആൻഡ് ഷിക്കിമിക് ആസിഡ്. ഇവിടെ കണ്ടോ, ഈ പറയുന്ന L-phenylalanine, L-tyrosine, L-tryptophan കിട്ടാനായിട്ട് നോക്കുമ്പോൾ ഇത്രയും സ്റ്റെപ്പുകളുണ്ട് കണ്ടോ. E4P ആദ്യം ഗ്ലൂക്കോസിൽ നിന്നും E4P ആവുന്നു, E4P DAHP ആവുന്നു, DHP DHQ ആവുന്നു, DHQവിൽ നിന്നും DHSലേക്ക് മാറുന്നു. ഓക്കെ, നേരത്തെ DHQ എന്ന് പറഞ്ഞു, അത് പക്ഷേ DHPന്ന് DHQ ആയി, DHQ ആണ് DHS ആയത്. DHSൻ്റെ ഫുൾ ഫോം നമ്മളിവിടെ തന്നിട്ടുണ്ട്, ഡീഹൈഡ്രോഷിക്കിമിക് ആസിഡ്. അപ്പോൾ നോർമൽ പാത്വേയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ആ കൺവേർഷനിൽ കുറേ ഇൻ്റർമീഡിയറ്റ് സ്റ്റെപ്സ് ഉണ്ട്. എന്തൊക്കെയാണ് കുറേ ഇൻ്റർമീഡിയറ്റ് സ്റ്റെപ്സ്? E4P ആവുന്നു, DAHP ആവുന്നു, DHQ ആവുന്നു, അത് കഴിഞ്ഞ് DHS ആവുന്നു, അതായത് ഡീഹൈഡ്രോഷിക്കിമിക് ആസിഡ് ആൻഡ് ഷിക്കിമിക് ആസിഡ്. പിന്നീട് അത് ഷിക്കിമിക് ആസിഡും കൂടെ ആവുന്നു. അതിനുശേഷമാണ് L-phenylalanine, L-tyrosine, L-tryptophan ഉണ്ടാവുന്നത്. അടുത്തത്, however the conversion of DHS to shikimic acid is not visible with genetically altered E. coli. എന്നാൽ നമ്മൾ പറഞ്ഞ പോലെ കെറാൻ എം ഡ്രാത്ത് ചെയ്ത പോലെ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള E. coli ബാക്ടീരിയ യൂസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ DHSഉം ഷിക്കിമിക് ആസിഡിൻ്റെ കൺവേർഷനും ഒന്നും
കാണുന്നില്ല. ഡി എച്ച് എസിൽ നിന്നും ഷിക്കിമിക് ആസിഡിലേക്കുള്ള കൺവേർഷൻ കാണുന്നില്ല. ഡി എച്ച് എസിൽ റാദർ ഇൻ ജനറ്റിക്കലി ആൾട്ടേർഡ് ഈക്കോളായി, കണ്ടോ ഇതാണ് മോഡിഫൈഡ് പാത്വേ. ഇതിൽ ജനറ്റിക്കലി ആൾട്ടേർഡ് ആയിട്ടുള്ള ഈക്കോളായി ബാക്ടീരിയയുടെ പ്രസൻസിൽ നോക്കുമ്പോൾ ഫസ്റ്റ് ഡി എച്ച് എസ് ഇസ് കൺവേർട്ടഡ് ടു പ്രോട്ടോ കാറ്റക്കിക് ആസിഡ്. ഇതാണ് ഈ പി സി എ കേട്ടോ, പ്രോട്ടോ കാറ്റക്കിക് ആസിഡ്, പ്രോട്ടോ കാറ്റക്കിക് ആസിഡ് പി സി എ. ഓക്കെ, പി സി എ പ്രോട്ടോ കാറ്റക്കിക് ആസിഡ് which further gets converted to catechol. പിന്നീട് അതെന്താവും, പിന്നീട് അത് കാറ്റക്കോൾ ആയിട്ട് മാറുന്നു. ദെൻ കാറ്റക്കോൾ ഗെറ്റ്സ് ചേഞ്ചസ് ടു സിസ്, അതായത് സിസ് മ്യൂക്കോണിക് ആസിഡ് എന്നാണ് പറയുന്നത്. സിസ് മ്യൂക്കോണിക് ആസിഡ് which can be further hydrogenated using a catalyst to adipic acid. Okay, then catechol gets changes to cis muconic acid which can be further hydrogenated using a catalyst to adipic acid. Thus, in this synthesis of adipic acid, glucose was the starting material which can be obtained from biomass. Okay, in the synthesis of adipic acid, glucose was starting material which can be obtained from biomass. Glucose is non-toxic and does not harm the environment. This was in contrast when benzene was used as the starting material to obtain the adipic acid. അപ്പോൾ കാറ്റക്കോളിന് ശേഷം കാറ്റക്കോൾ എന്തായി മാറുന്നു, സിസ് മ്യൂക്കോണിക് ആസിഡ് ആയി മാറുന്നു. അത് പിന്നീട് ഹൈഡ്രോജനേറ്റ് ചെയ്ത് ഒരു കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ ഹൈഡ്രോജനേറ്റ് ചെയ്യുന്ന സമയത്ത് അത് അഡിപ്പിക് ആസിഡ് ആയിട്ട് മാറുന്നു. So in this synthesis of adipic acid, glucose was the starting material which can be obtained from biomass. നമുക്ക് ഗ്ലൂക്കോസ് ഈസിലി അവൈലബിൾ ആയിരിക്കും, ബയോമാസിൽ നിന്നും എടുക്കാം. എന്നാൽ പിന്നെന്താ, ഗ്ലൂക്കോസ് നോൺ ടോക്സിക് ആണ്, എൻവയോൺമെൻറ്റിനെ ഹാംഫുൾ അല്ല, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇത് ബെൻസിനിൽ നിന്നും അഡിപ്പിക് ആസിഡ് ഉണ്ടാക്കുന്നതിനേക്കാളും എളുപ്പം ഏതാണ്, നമ്മുടെ ഗ്ലൂക്കോസിൽ നിന്നും എടുക്കുന്നതാണ് നല്ലത്. ഓക്കെ, another genetically modified E. coli was developed by Drax and Frost, which could stop the above synthesis at DHS or the catechol stage. ഓക്കെ, അതായത് വേറൊരു ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു ഈക്വളൈ ബാക്ടീരിയ യൂസ് ചെയ്യാണ്. ആ യൂസ് ചെയ്ത ശേഷം അതിലെന്താ പറയുന്നത്, അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ സിന്തസിസിനെ ഡി എച്ച് എസിലോ അല്ലെങ്കിൽ അതിൻ്റെ കാറ്റക്കോൾ സ്റ്റേജിൽ തന്നെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, കാറ്റക്കോൾ സ്റ്റേജിൽ തന്നെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഹെൻസ് വി ഹാവ് സിന്തസൈസ്ഡ് ഡി എച്ച് എസ് ആൻഡ് കാറ്റക്കോൾ ഫ്രം ഗ്ലൂക്കോസ് യൂസിങ് എ ബയോ കാറ്റലിസ്റ്റ്. ഇപ്പോൾ നമ്മൾ ഗ്ലൂക്കോസിൽ നിന്നാണ് ഡി എച്ച് എസും കാറ്റക്കോളും പ്രിപ്പയർ ചെയ്തത് അല്ലേ, ബയോ കാറ്റലിസ്റ്റ് യൂസ് ചെയ്തിട്ട്. ഒരു മിനിറ്റ്. This is again is contrast to the usual methods in which benzene and toluene were used as the starting material. അപ്പോൾ ബെൻസീനും ടൊളുവിനും അങ്ങനെ ഇതാണ് നമ്മുടെ പെട്രോളിയം സോഴ്സിൽ നിന്നൊക്കെ ലഭിക്കുന്ന മെറ്റീരിയൽ ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതിനേക്കാളും ഇത് ബെറ്റർ ആണ്, ബയോ കാറ്റലിസ്റ്റ് യൂസ് ചെയ്ത് ചെയ്യാം എന്നാണ് പറയുന്നത്. These days, glucose is obtained from starch. In addition, the cellulose feedstock such as corn stalks and switchgrass, which are agricultural waste as well as waste paper, could be used to obtain adipic acid, catechol, and DHS, which makes the process economically fruitful. Okay. അപ്പോൾ നമുക്ക് ഗ്ലൂക്കോസിൻ്റെ സോഴ്സ് സ്റ്റാർച്ച്, പിന്നെ സെല്ലുലോസ് ഫീഡ് സ്റ്റോക്ക്, കോൺ സ്റ്റോക്സ്, പിന്നെന്താണ് സ്വിച്ച് ഗ്രാസ്, അതൊക്കെ എന്താ അതെല്ലാം അഗ്രികൾച്ചറൽ വേസ്റ്റാണ്. ആസ് വെൽ ആസ് വേസ്റ്റ് പേപ്പറും നമുക്ക് ഉപയോഗിക്കാം. എന്തിനെ, അഡിപ്പിക് ആസിഡും കാറ്റക്കോളും ഉപയോഗിക്കാൻ. ആൻഡ് ഡി എച്ച് എസ് വിച്ച് മേക്സ് ദിസ് പ്രോസസ് എക്കണോമിക്കലി ഫ്രൂട്ട്ഫുൾ. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോസസ്സ് തന്നെ എന്താണ്, എക്കണോമിക്കലിയും നമുക്ക് അധികം ബുദ്ധിമുട്ടുകൾ തരാത്ത എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന പ്രോസസ്സാണ്. ഓക്കെ, അത്രയും ഭാഗം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഒക്കെ ടെക്സ്റ്റ് ബാക്കിലുണ്ട്, അതൊക്കെ ഒന്ന് നോക്കി പോകണം. ഓക്കെ, അടുത്തത് സേഫ് മറൈൻ ആൻറ്റി ഫൗലൻസ് നമുക്ക് നോക്കാം. Before we discuss safe marine antifoulant, it will be beneficial to understand first what fouling is. Fouling എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം അറിയണം. Fouling എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is the growth of algae
plants and diatoms etc. on the hulls of the boats and ship. ബോട്ടിൻ്റെ നമുക്ക് ബോട്ടിൻ്റെ ഏറ്റവും അടിഭാഗത്തുണ്ടല്ലോ ഏറ്റവും അടിഭാഗം ഏറ്റവും മുകളിലാണെങ്കിൽ ഒരു കൊടി പോലെയൊക്കെ നമ്മൾ ഒരു കാണുകയാണ് ദൂരെ നിന്ന് വരുമ്പോഴെങ്കിൽ അതിനെ മസ്റ്റ് എന്നും ഏറ്റവും താഴ്ഭാഗത്തെ നമ്മൾ ഹൾ എന്നാണ് പറയുക ബോട്ടിൻ്റെ. അപ്പോൾ ഷിപ്പിലോ ബോട്ടിൻ്റെ ഏറ്റവും അടിഭാഗത്തെയാണ് ഹൾ എന്ന് പറയുന്നത്. ആ ഹള്ളിൽ ദ ഗ്രോത്ത് ഓഫ് ആൽഗെ പ്ലാന്റ്സ് ആൻഡ് ഡയറ്റംസ് ആണ് ഫൗളിംഗ്. Fouling creates a rough surface and slows down the speed, which is called hydrodynamic drag. ഓക്കെ, സോ ഫൗളിംഗ് ക്രിയേറ്റ്സ് എ റഫ് സർഫസ്. ഫൗളിംഗ് എന്താണ്, ഒരു റഫ് സർഫസ് ആക്കും, കാരണം അത് അടിഞ്ഞൂടി അതൊരു റഫ് സർഫസ് ആവും. ആൻഡ് സ്ലോസ് ഡൗൺ ദ സ്പീഡ്, അതിൻ്റെ സ്പീഡ് എന്താണ് തടസ്സപ്പെടുത്തും, കുറയ്ക്കും. ആൻഡ് വിച്ച് ഇസ് കോൾഡ് ഹൈഡ്രോഡൈനാമിക് ഡ്രാഗ്. അതിന് എന്താ പറയുക, ഹൈഡ്രോഡൈനാമിക് ഡ്രാഗ് എന്നാണ് പറയുന്നത്. Thus, the efficiency of boat or the ship decreases. അപ്പോൾ ഷിപ്പിൻ്റെ അല്ലെങ്കിൽ ബോട്ടിൻ്റെ എന്താണ് എഫിഷ്യൻസി കുറയും. ഫോർ എക്സാമ്പിൾ, എ 1 millimeter thick layer of slime on the boat can reduce the speed drastically. Such a fouling is shown in the figure. കണ്ടോ, ആ വലിയൊരു ബോട്ടിൻ്റെ താഴെ കണ്ടോ ഗ്രീൻ കളറിൽ ആൽഗെ ഫോമേഷൻ നടന്നിരിക്കണേ. പിന്നെ ഇത് കണ്ടോ വേറൊരു അത് ഷിപ്പാണ്, വേറൊരു ബോട്ടിൻ്റെ അടിയിൽ കണ്ടോ അങ്ങനെ പറ്റിപ്പിടിച്ച് കിടക്കുന്നത് ഏറ്റവും അടിയിൽ. സോ ഇത് എന്താവും, അതിൻ്റെ എഫിഷ്യൻസി കുറയ്ക്കാൻ കാരണമാവും. പിന്നെന്താ, ഒരുപാട് ഫ്യൂവൽ കൺസ്യൂം ചെയ്യുന്ന പോലെ ആവും. വിച്ച് നോട്ട് ഓൺലി ആഡ്സ് ടു ദ കോസ്റ്റ് ബട്ട് ഓൾസോ കോസസ് എയർ പൊല്യൂഷൻ. അപ്പോൾ അത് കോസ്റ്റിന് മാത്രമല്ല എയർ പൊല്യൂഷനും കാരണമാവും. ഒരുപാട് കാശ് നഷ്ടമാവും ചെയ്യും, അതിൻ്റെ ഒപ്പം തന്നെ എന്താണ് എയർ പൊല്യൂഷനും കാരണമാവും. In a way, in addition to these disadvantages, we are also unnecessarily wasting the fuel which is obtained from non-renewable petroleum resources and could have been saved had fouling been taken care of. Okay, so we are also unnecessarily wasting the fuel which is obtained from non-renewable petroleum resources. അപ്പോൾ നമുക്ക് എന്താ അതിൻ്റെ കൂടെ നമ്മൾ ആവശ്യമില്ലാത്ത ഫ്യൂവൽ വേസ്റ്റ് ആയി പോകുന്ന പോലെയല്ലേ. അപ്പോൾ നമുക്ക് ഈ എന്താണ് ഫൗളിംഗ് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ശരിയാവുമായിരുന്നു. Needless to mention here that air pollution is caused by carbon dioxide and nitrogen dioxide. Carbon dioxide being greenhouse gas contributes to enhance the greenhouse effect and global warming. It is also evident that global warming can cause the melting of polar ice caps, leading to the rise in the sea level. The global warming can also change the growing season. ഓക്കെ, അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും നൈട്രജൻ ഡൈ ഓക്സൈഡിൻ്റെയും ഇതെന്താണെന്നാണ്, അത് ഫ്യൂവൽസ് ബേൺ ചെയ്ത് കുറേ വേസ്റ്റ് ആകുമ്പോൾ ഈ പറഞ്ഞ ഗ്യാസസ് ഒക്കെ ഫോം ആവുമല്ലോ. അപ്പോൾ എന്തൊക്കെ കാരണമാവും, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്രീൻ ഹൗസ് ഗ്യാസിന് കാരണമാവും, ഗ്രീൻ ഹൗസ് ഗ്യാസാണ് ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാവും. പിന്നെ അത് ടെമ്പറേച്ചർ കൂടും, പോളാർ ഐസ് ക്യാപ്സ് മെൽട്ടാവും, അതുവഴി എന്താണ് സീ ലെവൽ ഇൻക്രീസ് ആവും. Oxides of nitrogen, on the other hand, can react with the moisture present in the atmosphere and lead to the acid rain. നൈട്രജൻ ഡയോക്സൈഡ്സ് ആണെന്നുണ്ടെങ്കിൽ മോയ്സ്ചറായിട്ട് റിയാക്ട് ചെയ്ത് അത് ആസിഡ് റെയിനിന് കാരണമാവും. യു മേ ബി അവെയർ ദാറ്റ് ആസിഡ് റെയിൻ ഈസ് ഹാംഫുൾ ടു പ്ലാന്റ്സ്, അക്വാട്ടിക് ലൈഫ്, ആനിമൽസ്, ഹ്യൂമൻ ലൈഫ് ആസ് വെൽ ആസ് ബിൽഡിംഗ് ആൻഡ് മോണുമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ആസിഡ് റെയിന് പ്ലാന്റ്സ്, അക്വാട്ടിക് ലൈഫ്, ആനിമൽസ്, ഹ്യൂമൻ ലൈഫ്, മറ്റ് ബിൽഡിംഗ്, മോണുമെൻറ്റ്സ് അതിനൊക്കെ എന്താണ് നെഗറ്റീവായിട്ട് ബാധിക്കും എന്നുള്ളത് നമുക്കറിയാം. ഫൗളിംഗ് ക്യാൻ ബി പ്രിവെൻറ്റഡ് ബൈ ആഡിങ് ആൻറ്റി ഫൗലൻസ് യൂസിങ് പെയിൻറ്റ്സ് ആൻഡ് കോട്ടിംഗ് ഓൺ ദ ഹൾസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ആൻറ്റി ഫൗലൻസ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഹൾസിന് ചുറ്റും എന്തെങ്കിലും കോട്ടിംഗ് ഉപയോഗിക്കാം. അങ്ങനെ ആൻറ്റി ഫൗലൻസ് യൂസ് ചെയ്തിട്ട് ഇതിനെ പെയിൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു കോട്ടിംഗ് കൊടുക്കുക, അങ്ങനെ ചെയ്യാം. മെജോറിറ്റി ഓഫ് ദ ആൻറ്റി ഫൗലൻസ് ഹാവ് ട്രിബ്യൂട്ടിലിൻ tributyltin as the active component. Another such anti-foulant is tributyltin oxide. Okay, അപ്പോൾ ആൻറ്റി ഫൗലൻസിൻ്റെ എക്സാമ്പിൾ ആണ് ട്രൈബ്യൂട്ടൽറ്റൈൻ, ആണ് കൂടുതലായിട്ടുള്ള ആക്റ്റീവ് ആയിട്ടുള്ള കമ്പോണൻറ്റ്. അതിൻ്റെ കൂടാതെ എന്താണ് അതേപോലുള്ള മറ്റ് ആൻറ്റി ഫൗലൻ്റ് ആണ് ട്രൈബ്യൂട്ടൽറ്റിൻ ഓക്സൈഡ്, TBTO. ഓക്കെ, ട്രൈബ്യൂട്ടൈൽ. അപ്പോൾ നോക്കൂ, ബ്യൂട്ടൈലിൻ്റെ റിങ് ഉണ്ടാവും, ട്രൈബ്യൂട്ടൽറ്റിൻ ഓക്സൈഡ് എന്നാണ് പറയുന്നത്. ഓക്കെ,
അതുകൊണ്ട് ഒരു ടിന്നിൽ ബ്യൂട്ടൈൽ ബ്യൂട്ടൈലിൻ്റെ ചെയിന് 3 അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. അങ്ങനെ 2 ടിന്നുണ്ട് അല്ലെ, 2 ടിന്നുണ്ട് ഓക്സൈഡും. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. 2 ടിന്ന് വരയ്ക്കുക, ആ 2 ടിന്നിനെയും കണക്ട് ചെയ്തിട്ട് ഒരു ഓക്സിജൻ കണക്ട് ചെയ്ത് വരയ്ക്കുക. എന്നിട്ട് ആ 2 ടിന്നിൽ ഓരോ ടിന്നിലും ബ്യൂട്ടൈൽ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ആക്കുക. CH2 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 CH3, അതാണ് ആ സിക്സാക് ലൈനും CH3യും കാണുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ടിന്നിൽ 3 ബ്യൂട്ടൈൽ റിങ് അല്ല, സോറി, ബ്യൂട്ടൈൽ ചെയിൻ. ഓക്കെ, ആ സിക്സാക് ലൈൻ കാണിക്കുന്ന എന്താണ്? CH2 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 അങ്ങനെയല്ലേ കാണിക്കണം. അപ്പം വരയ്ക്കാൻ എളുപ്പമാവാനാണ് TbTOയുടെ സ്ട്രക്ചർ വരയ്ക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം ഇവിടെ SN ഇത് രണ്ടും കണക്ട് ചെയ്തു ഓക്സിജൻ. ഇനി ഇതിൽ ബ്യൂട്ടൈൽ റിങ്. അപ്പോൾ ബ്യൂട്ടൈൽ റിങ് പറയുമ്പോൾ ഒരു ബോണ്ട് വരച്ചാൽ CH2, അവിടെ CH2 ഈ വരച്ചിട്ട് CH3, അതേപോലെ 1 2 അങ്ങനെ CH3, ഇവിടെയും CH3, അങ്ങനെ മൂന്ന് ബ്യൂട്ടൈൽ റിങ് ഈ 2 ടിന്നിൽ റെപ്രസെൻറ്റ് ചെയ്യുക. അങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ. സോ ട്രൈ ബ്യൂട്ടൈൽ ടിൻ ഓക്സൈഡ് ഒരു ആൻറ്റി ഫൗലൻ്റ് ആണ്. ഫൗളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിപ്പിൻ്റെ അടിഭാഗത്ത് ഈ ആൽഗകളും മറ്റ് വേസ്റ്റ് മെറ്റീരിയലും അതെല്ലാം പറ്റിപ്പിടിക്കുന്ന രീതിയിലുള്ള വളർച്ചയാണ് നമ്മൾ ഫൗളിംഗ് എന്ന് പറയുന്നത്. അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ആൻറ്റി ഫൗലൻസ് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് ഫ്യൂവൽ കൺസംഷന് കൂടുതലാവും, എനർജി വേസ്റ്റ് ആവും, ഫ്യൂവൽ വേസ്റ്റ് ആവും, കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കില്ല. അതൊക്കെയാണ് പറയുന്നത്. എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ ഉണ്ടാവും. സോ TbTO എന്താ റോള്? ഇറ്റ് ഇൻഹിബിറ്റ്സ് ദ ഗ്രോത്ത് ഓഫ് മറൈൻ ഓർഗാനിസം ബട്ട് ലീച്ചസ് ഇൻ ടു വാട്ടർ. ഓക്കെ, leaches into water where its half-life is 5 months in seawater and 6 to 9 months in sediments. But TbTO എന്ത് ചെയ്യാണ്? TbTO inhibits the growth of marine organism but leaches into water. Okay, but leaches into water where its half-life. Okay, marine organismത്തിൻ്റെ ഗ്രോത്ത് പ്രിവെൻറ്റ് ചെയ്യും, but leaches into water where its half-life, അതിൻ്റെ half-life സീ വാട്ടറിൽ 5 monthsഉം പിന്നെ മറ്റ് സെഡിമെൻസിൽ 6 to 9 months ആണ് അതിൻ്റെ ഹാഫ്-ലൈഫ് പീരീഡ്. ഇറ്റ് ഓൾസോ ബയോ അക്യുമുലേറ്റ്സ് ഇൻ ദ ഫാറ്റ്സ്, മസിൽസ് ആൻഡ് ഓർഗൻ ഓഫ് മറൈൻ അനിമൽസ്. ഇതിൻ്റെ യൂസും പക്ഷെ എന്താണ്? ഈ പറയുന്ന മറൈൻ ഓർഗാനിസത്തിൻ്റെ അതിൻ്റെ ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്യും. ഫാറ്റ്സ് ആൻഡ് മസിൽസ് ഓഫ് ദാറ്റ് മസിൽസ് ആൻഡ് ഓർഗൻസ് ഓഫ് ദ മറൈൻ അനിമൽസിൽ അക്യുമുലേറ്റ് ചെയ്യും. സോ TbTO ഈസ് ക്രോണിക്കലി ടോക്സിക്. TbTO എന്താണ്? ക്രോണിക്കലി ടോക്സിക് ആണ് ഫോർ മെനി ഓർഗാനിസം ആൻഡ് ഹാസ് സൈഡ് എഫക്ട്സ്. അതിൻ്റേതായ സൈഡ് എഫക്ട്സും ഉണ്ട്. സൈഡ് എഫക്ട്സ് സച്ച് ആസ് മ്യൂട്ടേഷൻ, ജനറ്റിക് മ്യൂട്ടേഷൻ എന്ന് പറയും, പിന്നെന്താ ക്യാൻസർ, പിന്നെ റീപ്രൊഡക്റ്റീവ് ഡിസ്ഫങ്ഷൻ ഒക്കെ കാരണമാവും. ക്രോണിക് ടോക്സിസിറ്റി ഇൻഡിക്കേറ്റ്സ് ലോങ് ടേം ഇഫക്ട്സ് ഓഫ് ലോങ് ടേം എക്സ്പോഷേഴ്സ് ഓഫ് സ്മോളർ amounts of substance, whereas acute toxicity causes the appearance of symptoms in the short time after exposure. Okay, എന്താ പറയുന്നത്? Chronic toxicity indicates long-term effects of long-term exposures of എ സ്മോളർ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. ഒരു ചെറിയ ക്വാണ്ടിറ്റിയുള്ള സബ്സ്റ്റൻസ് ആണെങ്കിലും അത് കുറേ കാലത്തേക്ക് ലോങ് ടേം എക്സ്പോഷർ ആണെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് ലോങ് ടേം ആയിട്ട് എഫക്റ്റ് കാണിക്കും. whereas acute toxicity causes the appearance of symptoms in a short time after exposure. പെട്ടെന്ന് തന്നെയാണ് കുറച്ച് സമയത്ത് എക്സ്പോസ് ആയിട്ടുള്ളൂ എന്നെങ്കിൽ കുറച്ച് സിംറ്റംസ് ആയിരിക്കും ഉണ്ടാവുക. ട്രൈബ്യൂട്ടൈൽ ടിൻ ക്യാൻ കോസ് മ്യൂട്ടേഷൻസ് സച്ച് ആസ് ഇൻക്രീസ് ഷെൽ തിക്നെസ് ഓഫ് ഷെൽഫിഷ് ആൻഡ് ഇമ്പോസെക്സ്. ഓക്കെ, അപ്പോൾ അത് ഷെൽഫിഷിൻ്റെ തിക്നെസ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മ്യൂട്ടേഷൻ കോസ് ഈ ട്രൈബ്യൂട്ടൽ ടൈൻ ആ മറൈൻ ഓർഗാനിസത്തിൻ്റെ മ്യൂട്ടേഷന് കാരണമാവും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനിയാണ് അടുത്തത് നമുക്ക് പറയാനുള്ളത് എന്താ? ഇമ്പോസെക്സ് എന്നൂടെ പറയുന്നുണ്ട് അല്ലേ. ട്രൈബ്യൂട്ടൽ ടിൻ ക്യാൻ കോസ് മ്യൂട്ടേഷൻ സച്ച് എസ് ഇൻക്രീസ് ഷെൽ തിക്നെസ് ഓഫ് ഷെൽഫിഷ് ആൻഡ് ഇമ്പോസെക്സ്. ഇമ്പോസെക്സ് പറഞ്ഞാൽ ഇമ്പോസെക്സ് മീൻസ് ദ ഫോർമേഷൻ ഓഫ് മെയിൽ സെക്സ് ഓർഗൻസ് ഓൺ ദ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഓഫ് ഫീമെയിൽസ്. കണ്ടോ, ഫീമെയിൽസിൻ്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ തന്നെ മെയിൽ സെക്സ് ഓർഗൻസിൻ്റെ ഫോർമേഷൻ കാരണമാകും എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് എന്താ? ഇറ്റ് ഹാസ് ഓൾസോ ബീൻ റിപ്പോർട്ടഡ് ദാറ്റ് TBT exposure
ഹാഡ് ലെഡ് ടു അബ്നോർമൽ ആൻഡ് ബ്രിട്ടിൽ ഷെൽസ് ഇൻ ഓയിസ്റ്റർ. ഓയിസ്റ്ററിൽ ഉള്ള ഷെൽസിൻ്റെ ഗ്രോത്ത് അബ്നോർമലായിട്ടും അതിൻ്റെ എന്താണ് ഷെൽസ് ബ്രിട്ടിലായിട്ട് മാറുന്നതും ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അത് ഇതിൻ്റെ യൂസേജ് അതിനും കാരണമാവുന്നുണ്ട് എന്നാണ് പറയുന്നത്. However, in fish, dolphins and other marine organisms, the bioaccumulation of TBT compounds weakens their immune system and makes them prone to many diseases. എന്നാൽ ഇപ്പോൾ ഫിഷ്, ഡോൾഫിൻ അതൊക്കെയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഇപ്പോൾ ഓയിസ്റ്ററിലാണെങ്കിൽ അതിൻ്റെ ഷെൽസ് ബ്രിട്ടിലാവുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഫിഷ്, ഡോൾഫിൻ, മറ്റ് മറൈൻ ഓർഗാനിസം ആണെങ്കിൽ the bioaccumulation of TBT compounds weakens their immune system. അതിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം വീക്കൻ ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് അതിനെന്താവും കുറേ ഡിസീസസ് കാരണമാവുകയും ചെയ്യും. ആസ് എ റിസൾട്ട് ഓഫ് ഹാംഫുൾ ഇഫക്ട്സ് ഓഫ് TBT antifoulant, many European countries, Japan and the US made laws for their ban. ഓക്കെ, അപ്പോൾ എന്താണ് കുറേ യൂറോപ്യൻ കൺട്രീസ്, ജപ്പാൻ ആൻഡ് ദ US മെയ്ഡ് ലോസ് ഫോർ ദെയർ ബാൻ. ഇതിൻ്റെ ഇത്രയും ആൻറ്റിഫൗലൻസ് ആയിട്ട് നമ്മൾ TBT ഉപയോഗിക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ കാരണം നമുക്ക് എന്താണ് അതിനെ ബാൻ ചെയ്യാനായിട്ട് കുറേ യൂറോപ്യൻ കൺട്രീസും ജപ്പാനും US ഒക്കെ തീരുമാനിച്ചു. ഇപ്പോൾ TBTയുടെ സ്ട്രക്ചർ ഓർമ്മയുണ്ടോ? 2 ടിൻ, അതിൻ്റെ ഇടയിൽ ഒരു ഓക്സിജൻ്റെ ബോണ്ട് ഉണ്ട് കണക്റ്റഡ് ആയിട്ട്. പിന്നെ ഓരോ ടിന്നിൽ നിന്നും 3 ബ്യൂട്ടൈൽ ചെയിൻ, ബ്യൂട്ടൈൽ ഗ്രൂപ്പ്, ഓക്കെ, ആൽക്കൈൽ ഗ്രൂപ്പായിട്ട് ബ്യൂട്ടൈൽ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ആയിരിക്കുന്ന പോലെ. ഇതിന് ആൾട്ടർനേറ്റീവായിട്ട് isothiazoline antifoulant were developed by Roman Haas. അപ്പോൾ TBTOയ്ക്ക് പകരം ഐസോതയാസലോൺ ആൻറ്റിഫൗലൻസ് ആണ് റോമൻ ഹാസ് കണ്ടുപിടിച്ചത്. ദ ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് ഇൻ ദിസ് ആൻറ്റിഫൗലൻറ്റ് ഈസ് 4,5-dichloro 2N-octyl 4-isothiazoline 3-on. ഇതാണ് അതിൻ്റെ ഫുൾ ഫോം. ഓക്കെ, ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് ഇൻ ദിസ് ആൻറ്റിഫൗലൻറ്റ് ഈസ് DCOI. എന്താണ് DCOIൻ്റെ പേര്? 4,5-dichloro. അവിടെ ഒരു റിങ് കാണുന്നില്ലേ, അതിൽ 4,5-dichloro എന്ന് കാണിച്ചിട്ടുണ്ട്. ദെൻ 2N-octyl, ദെൻ രണ്ടാമത്തെ ഭാഗത്ത് N-octyl എന്ന് കാണിച്ചിട്ടുണ്ട്. പിന്നെ ആ എന്നിൻ്റെ അവിടെയാണ് 2 എന്ന നമ്പറാണെങ്കിൽ അപ്പോൾ 2N-octyl, പിന്നെ 4-isothiazoline 3-on, 4-isothiazoline 3-on എന്നാണ് അതിൻ്റെ പേര്. സോ DCOI ആണ് സ്ട്രക്ചർ. DCOI ആണ് ഒരു ആൾട്ടർനേറ്റീവായിട്ട് നമുക്ക് TBTOയ്ക്ക് പകരം യൂസ് ചെയ്യുന്നത്. എന്താണ് പേര്? ഐസോതയാസലോൺ ആൻറ്റിഫൗലൻസ് എന്ന് പറഞ്ഞു. അതിൽ ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ആണ് DCOI. സ്ട്രക്ചർ ഒന്ന് പഠിച്ചു വയ്ക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഒരു റിങ്, അവിടെ ഒരു ഡബിൾ ബോണ്ട്, 2 Cl ഉണ്ട്, പിന്നെ കീറ്റോൺ പോലെ ഒരു ഡബിൾ ബോണ്ട് O ഉണ്ട്, N-ഉം S-ഉം, അതിനുശേഷം ഒക്ടാൽ എന്നാണ്. അപ്പോൾ 1 2 3 4 5 6 7 8, എട്ടാമത്തെ ഗ്രൂപ്പ്, എട്ടാമത്തെ ഭാഗമായിട്ട് CH3. അങ്ങനെ 4,5-dichloro 2N-octyl 4-isothiazoline 3-on, 4-isothiazoline 3-on. ഇതാണ് പേര്. ഇനി എന്താണ് DCOIൻ്റെ അഡ്വാൻറ്റേജസ് ആസ് കമ്പയർഡ് ടു TBTO? ഇത് എക്സാമിന് വരാൻ ചാൻസ് ഉണ്ട്. DCOIക്ക് എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, DCOI ഈസ് ലെസ് പെർസിസ്റ്റൻറ്റ് ഇൻ മറൈൻ എൻവയോൺമെൻറ്റ്. അതായത് കുറേ കാലം അങ്ങനെ തന്നെ മറൈൻ എൻവയോൺമെൻറ്റിൽ അങ്ങനെ തന്നെ കിടക്കില്ല. അതാണ് DCOIൻ്റെ ഒരു പ്രത്യേകത. ഇറ്റ് ക്വിക്ക്ലി ഡീഗ്രേഡ്സ് ആൻഡ് ഹാൻസ് the concentration which remains may not lead to any chronic toxicity. അത് പെട്ടെന്ന് ഡീഗ്രേഡ് ആവുകയും അതിൻ്റെ കോൺസെൻട്രേഷൻ എന്തിന് കാരണമാവില്ല? ക്രോണിക് ടോക്സിസിറ്റിക്ക് കാരണമാവില്ല.
ഇനി അടുത്തത് ഇറ്റ് ടൈറ്റ്ലി ബൈൻഡ്സ് ടു ദ സോയിൽ പാർട്ടിക്കിൾസ് ഇൻ സെഡിമെൻറ്റ്സ് ആൻഡ് ദെയർഫോർ ഈസ് ലെസ് ബയോ അവൈലബിൾ. ഇത് പെട്ടെന്ന് തന്നെ സെഡിമെൻ്റായി കിടക്കുന്ന സോയിൽ പാർട്ടിക്കിളായിട്ട് ബൈൻഡ് ചെയ്തിരിക്കുക. അപ്പോൾ ഫ്രീ ആയിട്ട് അവൈലബിൾ അല്ല. അപ്പോൾ വേറെ ഏതെങ്കിലും ഓർഗാനിസത്തിൻ്റെ കൂടെ ഇൻട്രാക്ട് ചെയ്യുകയൊന്നും ചെയ്യില്ല, അതിനെ അഫക്റ്റ് ചെയ്യില്ല. സോ ലെസ് ബയോ അവൈലബിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ പകരം അതെന്താ, സെഡിമെൻറ്റ്സിൽ പോയി സെറ്റിലായിട്ട് അതുമായിട്ട് അതിലത്തെ സോയിൽ പാർട്ടിക്കിളായിട്ട് ബൈൻഡ് ചെയ്യും എന്നാണ് പറയുന്നത്. ദിസ് ഓൾസോ റെഡ്യൂസസ് ദ റിസ്ക് ഓഫ് ഇറ്റ്സ് ടോക്സിസിറ്റി ടു ദ നോൺ ടാർഗറ്റ് ഓർഗാനിസം. അപ്പോൾ ഇതിൻ്റെ ടോക്സിസിറ്റി കുറയാനും കാരണമാവും എന്നാണ് പറയുന്നത്. ദെൻ അടുത്ത ഒരു അഡ്വാൻറ്റേജ് എന്താ, ഇറ്റ് ഇസ് ക്വിക്ക്ലി ബ്രോക്കൺ ഡൗൺ ബൈ ദ മൈക്രോ ഓർഗാനിസം ഇൻ ദ സെഡിമെൻറ്റ്സ് ആൻഡ് ദ മെറ്റബോളൈറ്റ്സ് ആർ ഷോൺ ബിലോ. പെട്ടെന്ന് തന്നെ ഇറ്റ് ഈസ് ക്വിക്ക്ലി ബ്രോക്കൺ ഡൗൺ ബൈ ദ മൈക്രോ ഓർഗാനിസംസ് ഇൻ ദ സെഡിമെൻറ്റ്സ്. ഓക്കെ, സെഡിമെൻറ്റ്സിലെ മൈക്രോ ഓർഗാനിസം ബ്രേക്ക് ഡൗൺ ആയി. പിന്നെന്താണ്, ആൻഡ് മെറ്റബോളൈറ്റ്സും ബ്രേക്ക് ഡൗൺ ആവുന്നു. സോ ഇറ്റ് ഈസ് ക്വിക്ക്ലി ബ്രോക്കൺ ഡൗൺ ബൈ ദ മൈക്രോ ഓർഗാനിസത്തിൻ്റെ പ്രസൻസിൽ സെഡിമെൻറ്റ്സിലും മെറ്റബോളൈറ്റ്സിലും ഒക്കെ അത് പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആവുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അടുത്ത പേജിൽ അതിൻ്റെ ഫിഗർ ഉണ്ട്. ഇതാണ് 4,5-ഡൈക്ലോറോ 3N ഒക്ടൈൽ ഐസോതയോസിലിൻ 3-on എന്ന പോലെ 4-ഐസോതയോസിലിൻ 3-on എന്ന ഒരു പേര് ഈ പറഞ്ഞതിനെയാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഓക്കെ, സോ അത് ഡീകമ്പോസ്ഡ് ആവുകയാണ്, മീൻസ് ബ്രേക്ക് ഡൗൺ ആവുകയാണ്. ബ്രേക്ക് ഡൗൺ ആയി സ്മോളർ യൂണിറ്റ്സ് ആയിട്ട് മാറുകയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും മൈക്രോ ഓർഗാനിസത്തിൻ്റെ പ്രസൻസിൽ ബ്രേക്ക് ഡൗൺ ആവുന്നു. ഇതാണ് മെറ്റബോളൈറ്റ്സ് ഓഫ് DCOI മെറ്റബോളൈറ്റ്സ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ മെറ്റബോളൈറ്റ്സ് ആർ നോൺ ടോക്സിക് ആൻഡ് ദ റിയാക്ഷൻ ഇസ് ഇറിവേഴ്സിബിൾ. ഇങ്ങനെ ഒരിക്കൽ അത് DCOI അടുത്ത കോമ്പൗണ്ടായി, അത് അതിൻ്റെ അപ്പുറത്തുള്ള കോമ്പൗണ്ടായി, അങ്ങനെ ബ്രേക്ക് ഡൗൺ ആയി പോയി സ്മോളർ യൂണിറ്റ്സ് ആയി മാറിക്കഴിഞ്ഞാൽ അത് ഇറിവേഴ്സിബിൾ ആണ്. ദ ഹാഫ് ലൈഫ് ഓഫ് DCOI ഈസ് ലെസ് ദാൻ 1 hour in sediments and less than 24 hours in sea water in the presence of microorganism. അപ്പോൾ മൈക്രോ ഓർഗാനിസത്തിൽ പിന്നെ സീ വാട്ടറിൻ്റെ പ്രസൻസിൽ അതിൻ്റെ DCOIൻ്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് എത്രയാണ്, വളരെ കുറവാണ്. The half-life of DCOI is less than 1 hour in sediments and less than 24 hours in sea water. 24 മണിക്കൂറിനുള്ളിൽ അത് എന്താണ് ഹാഫ് ലൈഫ് പീരീഡ് അത്രയേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ മൈക്രോ ഓർഗാനിസത്തിൻ്റെ പ്രസൻസിൽ അത് ബ്രേക്ക് ഡൗൺ ആവും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി hence it is not non-persistent in the environment. DCOI does not accumulate in the environment and does not accumulate also. അപ്പോൾ ഇത് നോൺ പെർസിസ്റ്റൻ്റ് ഇൻ ദ എൻവയോൺമെൻറ്റ് അല്ല, ഇത് അക്യുമുലേറ്റ് ചെയ്യില്ല എൻവയോൺമെൻറ്റിലും, പിന്നെ അത് ബയോ അക്യുമുലേറ്റിലും ചെയ്യില്ല. DCOI containing antifoulant was marketed in 1995 by Rome and has by the name C9211. അപ്പോൾ ഈ DCOIക്ക് ഇങ്ങനെ ഒരു ആൻറ്റിഫൗലൻ്റ് നേച്ചർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതൊരു ബ്രാൻഡ് നെയിമിൽ കൊണ്ടുവന്നതാണ്. റോം ആൻഡ് ഹാസ് C9211 എന്നാണ് പേര്. C9 was expected to be a good antifoulant against slime, algae and grasses, etc. Its repeat application on the hulls was expected after every 3 years, whereas TBTO this time was 5 years. Okay, so its repeat application on the hulls was expected after every 3 years, whereas for TBTO this time was 5 years. DCOI can become chronically toxic at the concentration of 0.6 ppb, but its level does not exceed 0.01 ppb. Hence, it does not affect the non-target organism. അപ്പോൾ DCOIയുടെ ടോക്സിക് കോൺസെൻട്രേഷൻ പറയുന്നത് ക്രോണിക്കലി ടോക്സിക് ആവുന്നത് എപ്പോഴാണ്, 0.66 ppb ആവുമ്പോഴാണ്. പക്ഷെ അതിൻ്റെ ലെവൽ 0.01 ppbയിൽ നിന്ന് കൂടിയിട്ടിന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് നോൺ ടാർജറ്റ് ആയിട്ടുള്ള ഓർഗാനിസത്തിനെ ഒന്നും ബാധിക്കില്ല നെഗറ്റീവായിട്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ആൻറ്റിഫൗലൻസ് ആയിട്ട് TBTOയ്ക്ക് പകരം DCOI ഉപയോഗിക്കാം എന്നാണ്
പറഞ്ഞു വരുന്നത്. ഓക്കെ, കാര്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ബാക്കി നമുക്ക് അടുത്ത ഒരു പാർട്ടിൽ കാണാം. അടുത്ത പാർട്ടിൽ യൂസ് ഓഫ് മോൾട്ടിംഗ് ഏജൻറ്റ്സ് ടു റീപ്ലേസ് മോർ ടോക്സിക് ആൻഡ് എൻവയോൺമെൻ്റലി ഹാർംഫുൾ ഇൻസെക്ടിസൈഡ്സ് ആണ്. അതടുത്തൊരു യൂണിറ്റിൽ നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.